പ്രത്യാശയോടെ. എബ്രായർക്ക് ലേഖനം 12-ാം അധ്യായം അതിന് 28-29 വാക്യങ്ങൾ ഇന്ന് പകലത്തെ ദൈവത്തിന്റെ ശുശ്രൂഷയുടെ അനുഗ്രഹത്തിനായി വായിക്കുന്നു. എല്ലാ പ്രിയപ്പെട്ടവരും ശ്രദ്ധിക്കുക. ഹീബ്രൂ ചാപ്റ്റർ 12 വേഴ്സ് 28 and 29 വായിക്കുന്നു, ശ്രദ്ധിക്കുക. ആകയാൽ ഇളകാത്ത രാജ്യം പ്രാപിക്കുന്നതുകൊണ്ട് നാം നന്ദിയുള്ളവരായി ദൈവത്തിന് പ്രസാദം വരുമാറ് ഭക്തിയോടും ഭയത്തോടും കൂടെ സേവ ചെയ്യുക. അടുത്തത്, നമ്മുടെ ദൈവം ദഹിപ്പിക്കുന്ന അഗ്നിയല്ലോ. ഒരിക്കൽ കൂടെ ഒന്ന് വായിച്ചേ, ശ്രദ്ധിക്കുക. ആകയാൽ ഇളകാത്ത രാജ്യം പ്രാപിക്കുന്നതുകൊണ്ട് നാം എല്ലാവരും നന്ദിയുള്ളവരായി ദൈവത്തിന് പ്രസാദം വരുമാറ് ഭക്തിയോടും ഭയത്തോടും കൂടെ സേവ ചെയ്യുക. കാരണം നമ്മുടെ ദൈവം ദഹിപ്പിക്കുന്ന അഗ്നിയല്ലോ. വിശുദ്ധ ബൈബിളിലെ വളരെ അനുഗ്രഹിക്കപ്പെട്ട പ്രത്യാശ നിറവേറിയ ഒരു വചനമാണ്. ഇബ്രായർക്ക് ലേഖനം 10 മുതൽ 10, 11, 12 അധ്യായങ്ങൾ വായിക്കുമ്പോൾ 10-ാം അധ്യായത്തിൽ പറയുന്നു, നാം നാശത്തിലേക്ക് പിന്മാറുന്നവരുടെ കൂട്ടത്തിലല്ല, വിശ്വസിച്ച് ജീവരക്ഷ പ്രാപിക്കുന്നവരുടെ കൂട്ടത്തിലാണ്. എബ്രായർ 10:35 മുതൽ ഇങ്ങനെ ആത്മാവിൽ പറയുന്നു, അതുകൊണ്ട് മഹാപ്രതിഫലമുള്ള നിങ്ങളുടെ ധൈര്യം നിങ്ങൾ എന്ത് ചെയ്യരുത്. അപ്പൊ നമ്മൾ ധൈര്യത്തോടെ ദൈവത്തിന്റെ മുമ്പിൽ നിൽക്കുന്നതിനും പ്രതിഫലം ഉണ്ടെന്ന് എന്റെ വചനത്തിൽ വിറയ്ക്കുന്നവനെ ഞാൻ കടാശിക്കുന്നു. ഒരു ഹല്ലേലൂയ, ധൈര്യത്തോടെ നിൽക്കുന്നവനും പ്രതിഫലമുണ്ട്. പ്രതിസന്ധി വന്നിട്ടും തളരാതെ നിന്നവന് ഒരു പ്രതിഫലമുണ്ട്, നിശ്ചയം. മഹാപ്രതിഫലമുള്ള നിങ്ങളുടെ ധൈര്യം തള്ളിക്കളയരുത്. ദൈവേഷ്ടം ചെയ്ത് വാഗ്ദത്തം പ്രാപിപ്പാൻ സഹിഷ്ണുത. ഇത്രേ ഉള്ളൂ. ദൈവേഷ്ടം ചെയ്തിട്ട് വാഗ്ദത്തം പ്രാപിക്കാൻ ഒരു സഹിഷ്ണുത നമ്മൾ കാണിക്കണം. ഇന്നലെ കണ്ടില്ല, ഇന്ന് കണ്ടില്ല എന്ന് പറഞ്ഞ് ഭാരപ്പെടരുത്. മഹാപ്രതിഫലമുള്ള ഒരു വിശ്വാസമുണ്ടല്ലോ, അത് തള്ളിക്കളയാതെ മുറുകെ പിടിക്കുക. എന്നിട്ടാണ് പറയുന്നത് 37, നമ്മുടെ ഏറ്റവും വലിയ പ്രത്യാശ, ഇനി എത്രയും അല്പകാലം കഴിഞ്ഞിട്ട് വരുവാനുള്ളവൻ വരും. ഏറ്റവും സത്യം വിളിച്ച് പറയുന്നു, വരാനുള്ളവൻ നമ്മുടെ വാഗ്ദത്തം മശിഹ, അവൻ വരും, നിശ്ചയം. അതിനെന്തില്ല, മാറ്റമില്ല. അടുത്തത്, എന്നാൽ അവൻ കർത്താവ് വരും, അതിനൊരിക്കലും എന്തില്ല, മാറ്റമില്ല. അല്പകാലം കഴിഞ്ഞ് വരുമെന്നുള്ളവൻ വരും, താമസിക്കില്ല. പക്ഷെ എന്നാൽ ഇനി വരാനൊരു സമയമുണ്ട്. ആ കാലയളവിൽ നമ്മൾ എന്ത് ചെയ്യണം? അതാണ് 38. എന്നാൽ എന്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും, പിന്മാറുന്നു എങ്കിൽ എന്റെ ഉള്ളത്തിന് അവനിൽ പ്രസാദമില്ല. ഒറ്റ കാര്യമുള്ളൂ, ഇനി എങ്ങനെ ജീവിക്കണം? വിശ്വാസത്തിൽ ജീവിക്കണം. പിന്മാറല്ലേ. പിന്മാറുന്ന നാശത്തിലേക്ക് പോകുന്നവരുടെ കൂട്ടത്തിലല്ല, വിശ്വസിച്ച് നാമോ നാശത്തിലേക്ക് പിന്മാറുന്നവരുടെ കൂട്ടത്തിലല്ല, വിശ്വസിച്ച് ജീവരക്ഷ പ്രാപിക്കുന്നവരുടെ കൂട്ടത്തിൽ അത്രേ ആകുന്നത്. അതിന്റെ അർത്ഥം എന്താ? വിശ്വസിക്കുന്നവന് മുന്നോട്ടൊരു യാത്രയുണ്ട്. വിശ്വസിക്കുന്നവന് മുന്നോട്ടൊരു യാത്രയുണ്ട്, പിന്നോട്ടല്ല, നാശത്തിലേക്കല്ല. ആ വിശ്വസിക്കുന്നവരുടെ ദൂത്, അതിൻ്റെ ഒരു ദൂതുണ്ട്. വിശ്വസിക്കുന്ന നീ നശിച്ചു പോകത്തില്ല, നാശത്തിലേക്കല്ല, ജീവരക്ഷ പ്രാപിക്കുന്നവരുടെ കൂട്ടത്തിലാണ്, മുന്നോട്ടാണ്. അല്പം താമസം ഉണ്ടെങ്കിലും വാഗ്ദത്തം പ്രാപിക്കും. അത് കഴിഞ്ഞിട്ടാണ് 11-ാം അധ്യായത്തിൽ പറഞ്ഞത് എന്താണ് ഈ വിശ്വാസം. അപ്പൊ വിശ്വസിച്ച് മുന്നേറണം എന്ന് പറഞ്ഞിട്ട് 11-ാം അധ്യായത്തിൽ പറയുന്നു എന്താണ് വിശ്വാസം. 11:1 പറയുന്നു, എന്നാൽ വിശ്വാസം എന്നതോ ആശിക്കുന്നതിന്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയമാകും. ആശിക്കുന്നതിന്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയമാകും. എന്നിട്ട് മനോഹരമായി പറഞ്ഞു 6-ാം വാക്യത്തിൽ 11:6, എബ്രായർ 11:6, എന്നാൽ വിശ്വാസം കൂടാതെ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയുന്നതല്ല. ദൈവത്തിന്റെ അടുക്കൽ വരുന്നവൻ ദൈവമുണ്ടെന്നും തന്നെ അന്വേഷിക്കുന്നവർക്ക് പ്രതിഫലം കൊടുക്കുന്നു എന്നും വിശ്വസിക്കേണ്ടതല്ലോ. എന്നിട്ട് പറഞ്ഞ ഒറ്റ കാര്യമുള്ളൂ, വിശ്വാസം കൂടാതെ ദൈവത്തെ ആർക്കും എന്ത് ചെയ്യാൻ പറ്റത്തില്ല, പ്രസാദിപ്പിക്കാൻ സാധിക്കത്തില്ല. ദൈവത്തിന്റെ അടുക്കൽ വരുന്നവൻ ആദ്യം അറിയേണ്ട ഒരു കാര്യം, ദൈവം ഉണ്ട് എന്നും തന്നെ അന്വേഷിക്കുന്നവർക്ക് പ്രതിഫലം കൊടുക്കുന്നു എന്നും വിശ്വസിക്കേണ്ടതാണ്. വെറുതെ ദൈവത്തിന്റെ അടുക്ക് വന്നിട്ട് കാര്യമില്ല. ദൈവം ഉണ്ടെന്ന് വിശ്വസിക്കുന്നുണ്ട്, പക്ഷെ തന്നെ അന്വേഷിക്കുന്നവർക്ക് പ്രതിഫലം കൊടുക്കുന്നു എന്നും വിശ്വസിക്കേണ്ടതാണ്.
എന്നിട്ട് 11-ാം അധ്യായത്തിൽ വിശ്വാസത്തിന്റെ വീരന്മാർ, ഹല്ലേലൂയ, ഹബേൽ മുതൽ ഹല്ലേലൂയ, വിശ്വാസത്തെ യാഗമർപ്പിച്ച, വിശ്വാസത്തിൽ നടന്ന ഭക്തന്മാര്, ഹല്ലേലൂയ, ഹാനോക്ക്, നോഹ, അബ്രാം പിതാവ്, ഇസഹാക്ക്, വിശ്വാസത്തിൽ സ്റ്റെപ്പ് വെച്ച് വിശ്വാസത്തിൽ ജീവിതയാത്ര ആരംഭിച്ച ഓരോരുത്തരെ കുറിച്ച് പറയുന്നുണ്ട്. വിശ്വാസത്തിന്റെ വീരന്മാർ, ഹീറോയിസ് ആയിട്ട് അന്നത്തെ കാലത്ത് പ്രതിസന്ധി വന്നപ്പോഴും പിടിച്ചു നിന്ന് വാഗ്ദത്തം കണ്ടവർ, ഹല്ലേലൂയ, ദൈവത്തിന് ശ്രേഷ്ഠ യാഗമർപ്പിച്ചവർ, കർത്താവ് പറഞ്ഞ മഴയില്ലാത്തപ്പോഴും മഴ ഉണ്ടാകുമെന്ന് പറഞ്ഞ്, വെള്ളപ്പൊക്കം ഉണ്ടാകുമെന്ന് പറഞ്ഞ് വിശ്വസിച്ച് അവന് വേണ്ടി പെട്ടകം നിർമ്മിച്ചവർ. അങ്ങനെ ഒന്നുമില്ലാത്തടത്ത് ഇറങ്ങി തിരിക്കടാ എന്ന് പറഞ്ഞപ്പോൾ ജനിച്ച നാള് മുതൽ ഇന്ന് വരെ, കണ്ട നാള് വരെ, ഇന്ന് വരെ ജനിച്ചു വളർന്ന കരവിട്ടിട്ട് ഒരു മനുഷ്യനും ആ കരവിട്ട് പോകാത്തപ്പോൾ ദൈവം പറഞ്ഞ വാക്ക് കേട്ട് കാണിപ്പാനിരിക്കുന്ന ദേശത്ത് അബ്രഹാം ഇറക്കി തിരിച്ചു. ഹല്ലേലൂയ. പിന്നെ ഇസഹാക്ക്, തലമുറകൾ മുഴുവൻ, ഹല്ലേലൂയ. മോശയുടെ കാലം വന്നപ്പോൾ എല്ലാം കൊട്ടാരത്തിൽ വളരെ നന്നായി ജീവിക്കാൻ എല്ലാ സെറ്റപ്പും ഉള്ളപ്പോൾ, ഹല്ലേലൂയ, ദൈവജനത്തോടുള്ള കഷ്ടത മതി എന്ന് പറഞ്ഞ് അദൃശ്യനായ ദൈവത്തെ കണ്ടതുപോലെ അവൻ ഇറങ്ങി തിരിച്ചു, വിശ്വാസത്താൽ ഇറങ്ങി തിരിച്ചു. അങ്ങനെ ഓരോ അനുഭവങ്ങൾ പഴയ നിയമത്തിന്റെ വിശ്വാസത്തിന്റെ വീരന്മാർ പറയുന്നു. ഹല്ലേലൂയ, അവർ തീയുടെ ബലത്തെ കെടുത്തി, സിംഹത്തിന്റെ വായെ അടച്ചു. അങ്ങനെ വിശ്വാസയാത്ര തുടങ്ങിയിട്ട് താരോട്ട് വന്നിട്ട് പറയാണ്, അതിന്റെ അവസാനം വരുമ്പോൾ 11:39-40 വാക്യങ്ങൾ പറയുമ്പോൾ, അവരെല്ലാവരും വിശ്വാസത്താൽ സാക്ഷ്യം ലഭിച്ചു. വാഗ്ദത്ത നിവൃത്തി പ്രാപിച്ചില്ല. അവർ നമ്മെ കൂടാതെ രക്ഷാപൂർത്തി പ്രാപിക്കേണ്ടതിന് ദൈവം നമുക്ക് വേണ്ടി ഏറ്റവും നല്ലതൊന്ന് മുൻകരുതിയിരുന്നു. അവരെല്ലാം ഉണ്ടായിരുന്നു. പക്ഷെ ഒരു കാര്യം പറയാം, ഹല്ലേലൂയ, അവർ വാഗ്ദത്തത്തിന്റെ നിവൃത്തി പ്രാപിച്ചില്ല. നമ്മെ കൂടാതെ അവർ വിശ്വാസത്തിൽ വിടുതലായി, പക്ഷെ നമ്മെ കൂടാതെ അപൂർണത വരത്തില്ല. കാരണം രക്ഷ ക്രിസ്തുവിൽ കൂടെ നമുക്കാണ് ലഭിച്ചത്. ഹല്ലേലൂയ. അവർക്ക് അറിഞ്ഞു കിട്ടിയ വെളിപ്പാടിൽ അവർ വിശ്വാസത്തിൽ ജീവിച്ചു. പക്ഷെ നമ്മയും കൂടെ കൂടാതെ അവർ പൂർത്തീകരണം വരത്തില്ല. നമുക്ക് നല്ലത് ദൈവം മുൻകരുതിയിരിക്കുന്നതോ, നമുക്ക് വേണ്ടി രക്ഷകൻ മരിച്ചു. എന്നിട്ടാണ് 12-ാം അധ്യായം നമ്മൾ വായിച്ചതിലേക്ക് വരുന്നത്. 12:1-2 വാക്യങ്ങൾ പറഞ്ഞു. അതുകൊണ്ട് സാക്ഷികളുടെ നാമും സാക്ഷികളുടെ ഇത്ര വലിയൊരു സമൂഹം നമുക്ക് ചുറ്റും നിൽക്കുന്നത് കൊണ്ട് സകല ഭാരവും മുറുകെ പറ്റുന്ന പാപവും വിട്ട് നമുക്ക് മുമ്പിൽ വെച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരതയോടോടുക. എന്നിട്ട് പറയാണ്, ശ്രദ്ധിച്ചോണം, 10-ാം അധ്യായം അവസാനിക്കുമ്പോൾ പറയുന്നു, ഈ വാഗ്ദത്തത്തിന് വേണ്ടി മുറുകെ പിടിക്കണം. വാഗ്ദത്തം ചെയ്ത വിശ്വസ്തനാണ്, വേഗത്തിൽ നിറവേറും. വിശ്വസിച്ച് നാശത്തിലേക്കല്ല, ജീവരക്ഷ പ്രാപിക്കുന്നവരുടെ കൂട്ടത്തിലാണ്. എന്റെ നീതിമാൻ വിശ്വാസത്തിൽ ജീവിക്കും. 11-ാം അധ്യായത്തിൽ എന്താ വിശ്വാസം? എന്താ വിശ്വസിക്കേണ്ടത്? വിശ്വസിച്ചാൽ അനുഭവിച്ച സാക്ഷ്യങ്ങൾ, പൂർവ്വപിതാക്കന്മാരുടെ അനുഭവ സാക്ഷ്യങ്ങൾ. പ്രതിസന്ധിയുടെ മധ്യത്തിൽ വിശ്വസിച്ചപ്പോൾ അത്ഭുതം കണ്ടവർ 11. നിങ്ങൾ വീട്ടിൽ ചെന്ന് 11 വായിക്കണം. നിങ്ങൾ 11-ാം അധ്യായം വായിക്കുമ്പോൾ വിശ്വാസം വർദ്ധിക്കും. വിശ്വാസം കേൾവിയാലും, കേൾവി ക്രിസ്തുവിന്റെ വചനത്താൽ. ഇപ്പോൾ പറയുമ്പോൾ നിങ്ങളുടെ വിശ്വാസം വർദ്ധിക്കും. നിങ്ങൾ വായിക്കുമ്പോൾ, അതാണ് ഞാൻ പറയുന്നത്, വായിക്കുമ്പോൾ ഇച്ചിരി ശബ്ദം ഉയർത്തി വായിക്കണം. നമ്മുടെ വീടുകളിൽ വായിക്കുമ്പോൾ, ഒറ്റയ്ക്ക് വായിക്കുമ്പോൾ ഒരു അല്പം ഒന്ന് ശബ്ദം ഉയർത്തി വായിച്ചാൽ നിങ്ങൾ വായിക്കുന്ന നിങ്ങളുടെ ചെവിയിലോട്ട് കേൾക്കുമ്പോൾ വിശ്വാസം വർദ്ധിക്കും. നിങ്ങൾ അങ്ങനെ ഒന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കിയേ, നിങ്ങളുടെ വിശ്വാസത്തെ വർദ്ധിക്കും. എന്നിട്ട് പറയാണ്, ആകയാൽ സാക്ഷികളുടെ ഇത്ര വലിയൊരു സമൂഹം നമുക്ക് ചുറ്റും നിൽക്കുന്നതുകൊണ്ട് സകല ഭാരവും മുറുകെ പറ്റുന്ന പാവം വിട്ട്, അവിടെ ഇത്ര വലിയ സാക്ഷികൾ നമ്മുടെ മുമ്പിൽ നിൽക്കുന്ന, അവിടെ എല്ലാം വിട്ടിട്ട് മുന്നോട്ട് ഓടിക്കോ. വിശ്വാസത്തിൽ മുന്നോട്ട് നീ ഓടിക്കോ. എന്നിട്ട് നമ്മൾ വായിച്ച വചനത്തിലേക്ക് വരിക. എന്നിട്ട് താരോട്ട് വായിക്കുമ്പോൾ 5-6 വാക്യങ്ങൾ ഒന്ന് വായിച്ചേ. 12-ന്റെ മകനെ കർത്താവിന്റെ ശിക്ഷ നിരസിക്കരുത്. അവൻ ശാസിക്കുമ്പോൾ മുഷിയമരുത്. കർത്താവ് താൻ സ്നേഹിക്കുന്നവനെ ശിക്ഷിക്കുന്നു, താൻ കൈക്കൊള്ളുന്ന ഏതു മകനെയും തല്ലുന്നു എന്നിങ്ങനെ മക്കളോടെന്ന പോലെ നിങ്ങളോട് സമ്പാദിക്കുന്ന പ്രബോധനം നിങ്ങൾ മറന്നു കളഞ്ഞു. ഒരു മിനിറ്റ് ശ്രദ്ധിക്കണം, ഇവിടെ എന്താ പറയുന്നതെന്ന് അറിയാമോ? മകനെ, കർത്താവിന്റെ ശിക്ഷ നീ എന്ത് ചെയ്യരുത്. അവൻ സാക്ഷിക്കുമ്പോൾ നീ എന്ത് ചെയ്യരുത്. ദൈവം താൻ കൈക്കൊള്ളുന്ന ഏത് മകനെയും എന്ത് ചെയ്യുന്നു, ഡിസിപ്ലിൻ ചെയ്യും. ദൈവം ഈ ഒരു വലിയ പദ്ധതിക്ക് വിളിച്ച നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിന്റെ ബാലശിക്ഷ എന്ന് പറയും. ബാലനെ നമ്മൾ ട്രെയിൻ ചെയ്യുന്ന, ഡിസിപ്ലിൻ ചെയ്യുന്ന പോലെ ഒരു കുഞ്ഞിനെ നമ്മൾ അടിക്കുന്നത്, വളർത്തുന്നത്, ദേഷ്യത്തോടെ നോക്കുന്നത്, സാക്ഷിക്കുന്നത് എന്തിനാ? അവൻ നശിക്കാനാണോ നല്ലതിന് വേണ്ടിയാണോ?
ആ സമയത്ത് ചിന്തിച്ചില്ലല്ലോ. ആരെങ്കിലും ചിന്തിച്ചോ എന്റെ നല്ലതിനെ എന്റെ അപ്പനും അമ്മയും വരക്ക് പറയുന്നതെന്ന്? ഇല്ല. ഇപ്പൊ നമ്മൾ പറയും വലിയ സന്തോഷമാണ്, എൻ്റെ അപ്പനും അമ്മയും എന്നെ ശ്രദ്ധിച്ചുകൊണ്ടാണ് ഞാൻ ഈ ലെവലിലെത്തിയത്. ഇത് ആ സമയത്ത് ആരും പറയത്തില്ല, സ്വാഭാവികം, ആരുടെയും കുറ്റമല്ല. ഹല്ലേലൂയ. അപ്പൊ ഇതേപോലെ തന്നെ ഡിസിപ്ലിൻ എന്ന് പറയുന്ന പോലെയാണ് കർത്താവും നമ്മളെ ഡിസിപ്ലിൻ ചെയ്യും. ഒരു ഡിസിപ്ലിൻ. ഇപ്പൊ ഞാൻ ഇന്ന് മെസ്സേജ് കൊടുക്കുന്നതിന് ഒരു ചില കാര്യം പറഞ്ഞു, അത് നമ്മളെ ഡിസിപ്ലിനാ. കർത്താവ് ബാലശിക്ഷ നൽകുക. ഒരു ദൈവവാസത്തിൽ കൂടെ മകളെ നമ്മൾ ഇങ്ങനെ ചെയ്യണം, വചനത്തോട് വിറയ്ക്കണം, ദൈവസന്നിധിയോട് നമ്മളൊരു ബോധം കാണിക്കണം, ബഹുമാനം കാണിക്കണം. അത് നമ്മൾ ബാലശിക്ഷ നൽകുകയാണ്. അപ്പൻ തരുന്ന പോലെ എന്ത് ചെയ്യാണ്? ബാലശിക്ഷ നൽകുകയാണ്. അതിന്റെ 10-11 വാക്യം വായിച്ചേ. 10-11. അവർ ശിക്ഷിച്ചത് കുറെ കാലവും തങ്ങൾക്ക് ബോധിച്ച പ്രകാരം അത്രേ. അപ്പൊ ചിലപ്പോ ചില സമയത്ത് അപ്പന്മാര് ശിക്ഷിക്കുന്നത് അവർക്ക് ഇഷ്ടത്തിന് കുറെ കാലം ബോധിച്ച പോലൊക്കെ ശിക്ഷിക്കും. പക്ഷെ ദൈവത്തിന്റെ ശിക്ഷയുടെ പ്രത്യേകത അവനോ നാം അവന്റെ വിശുദ്ധി പ്രാപിക്കേണ്ടതിന് നമ്മുടെ ഗുണത്തിനായി തന്നെ ശിക്ഷിക്കുന്നത്. ദൈവത്തിന്റെ ഡിസിപ്ലിൻ, ദൈവത്തിന്റെ ബാലശിക്ഷ, അവന്റെ വിശുദ്ധി നാം പ്രാപിക്കുന്നതിനാണ് ദൈവം തരുന്നത്. ശരിയല്ലേ? വചനത്തിൽ കൂടെ ദൈവം നമ്മോട് സംസാരിക്കാറില്ലേ? ഇനി പോട്ടെ, കർത്തൃമേശ എടുക്കുമ്പോൾ എത്രയോ പേരുണ്ട് പറഞ്ഞിട്ടുണ്ട്, കർത്തൃമേശ സമയത്ത് ദൈവം ശക്തമായി ഇടപെടാറില്ലേ? നമ്മളെ ബാലശിക്ഷ നൽകുകയാണ് ദൈവം. അതാ യോഹന്നാൻ 15, വചനത്താൽ അവനെ ചെത്തിപിടിപ്പ്. നിന്റെ വചനം എന്നെ ശുദ്ധീകരിക്കുന്നു. വചനം കീറുമ്പോ അകത്ത് ശുദ്ധി ചെത്തി പിടിപ്പാക്കുക. ഹല്ലേലൂയ. ബാലശിക്ഷ നൽകുക. ഒരിക്കലും ഭാരപ്പെടരുത്. ഈ ഭൂമിയിലെ മാതാപിതാക്കളെ പോലെ ചിലപ്പോ അടിച്ചിട്ട് ശരിയായില്ല ബോധിച്ച പോലെ അടിക്കുന്ന പോലെ എന്തെങ്കിലും അങ്ങനത്തെ അല്ല. നീ അവന്റെ വിശുദ്ധി പ്രാപിക്കാൻ വേണ്ടിയാണ് ദൈവം നമ്മളെ ഡിസിപ്ലിൻ ചെയ്യുന്നത്. 11 വായിച്ച്. 11. ഏത് ശിക്ഷയും തൽക്കാലം സന്തോഷകരമല്ല, ദുഃഖകരമത്രേ എന്ന് തോന്നുന്നു. പിന്നത്തേതിലോ അതിനാൽ അഭ്യാസം വന്നവർക്ക് നീതി എന്ന സമാധാന ഫലം ലഭിക്കും. കണ്ടോ? ഏത് ശിക്ഷയും തൽക്കാലം എന്തല്ല, സന്തോഷകരം, ദുഃഖം എന്ന് തോന്നും. പിന്നത്തേലോ അതിനെ ഞാൻ ഇപ്പൊ നിങ്ങൾ പറഞ്ഞില്ലേ സന്തോഷമായെന്ന്. പക്ഷെ അന്ന് നമുക്ക് എന്ത് ചെയ്യത്തില്ല, അന്ന് നമ്മൾ ദുഃഖമായിരിക്കും. ഇപ്പോൾ നമുക്ക് എന്താ, അതിനെ ഓർത്ത് സന്തോഷിക്കും. അപ്പൊ ദൈവം നമ്മളെ എബ്രായർ 12 പറയാ, ദൈവം ശിക്ഷിക്കുന്നത്, ദൈവം നോ എന്ന് പറയുന്നത്, വചനത്തിൽ കൂടെ ഇടപെടുന്നത്, ദൈവദാസി കൂടെ സംസാരിക്കുന്നത്, ദൈവം നമ്മളോട് ഇടപെട്ടു, അത് വേണ്ട, അത് ചെയ്യണ്ട, പ്രവർത്തിക്കണ്ട, ഡിസിപ്ലിന, ഇന്ന പ്രശ്നമുണ്ട് എന്ന് പറയുമ്പോൾ നീ ദുഃഖിക്കരുത്. അവന്റെ വിശുദ്ധി പ്രാപിപ്പാൻ ദൈവം നമ്മളോട് സംസാരിക്കുന്നതാണ്. ഹല്ലേലൂയ. എന്നിട്ട് ഒത്തിരി കാര്യങ്ങൾ പറയുന്നു, വളരെ ശ്രദ്ധിക്കണം. എന്നിട്ട് 15-ാമത്തെ വാക്യം പറയുന്നു, ആരും ദൈവകൃപ കിട്ട് പിന്മാറുകയും വല്ല കൈപ്പുള്ള വേരും മുളച്ച് കലക്കമുണ്ടാക്കി അനേകർ അതിനാൽ മലിനപ്പെടുകയും ആരും ദുർനടപ്പുകാരനോ ഒരു ഊണിന് ജ്യേഷ്ഠാവകാശം വിറ്റുകളഞ്ഞ ഏശാവിനെ പോലെ. കണ്ടോ? യേശാവിന്റെ ജീവിതത്തെ പറ്റി. കാരണം ജ്യേഷ്ഠാവകാശം, പുത്രന്റെ അപ്പന്റെ അനുഗ്രഹം വലിയ ബ്ലെസ്സിംഗ് ആണ്. പഴയ നിയമകാലത്ത് ആ ജ്യേഷ്ഠാവകാശം ഒരു അവകാശമാണ്. പക്ഷെ ഒരു ഊണിന് വേണ്ടി, ഒരു നല്ല ടേസ്റ്റി ഫുഡിന് വേണ്ടി അതിനെ നിസ്സാരമാക്കി കളഞ്ഞ് അത് സഹോദരന് വിറ്റ് കളഞ്ഞ, നീ എനിക്ക് ഉണ്ടാക്കി തന്നാൽ മതി, എന്റെ ജ്യേഷ്ഠാവകാശം നീ അങ്ങ് എടുത്തു. അവനത് മനസ്സിലായില്ല. പക്ഷെ ആ പിന്നത്തെ ആ വാക്ക് ശ്രദ്ധിച്ചോണം. 17 ഒരു ഊണിന് ജ്യേഷ്ഠാവകാശം വിറ്റുകളഞ്ഞ ഏശാവിനെ പോലെ അഭക്തനോ ആയിത്തീരുകയും ചെയ്യാതിരിപ്പാൻ കരുതിക്കൊള്ളുവൻ. അവൻ പിന്നത്തേതിൽ അനുഗ്രഹം ലഭിപ്പാൻ ആഗ്രഹിച്ചു, കണ്ണുനീരോടുകൂടെ അപേക്ഷിച്ചിട്ടും തള്ളപ്പെട്ടു, മാനസാന്തരത്തിന് ഇട കണ്ടില്ല എന്ന് നിങ്ങൾ അറിയുന്നുവല്ലോ. പരനിയമത്തിൽ വാണിംഗ് പറയാണ്, പിന്നത്തെ ആഗ്രഹിച്ചിട്ട് കിട്ടിയില്ല, നഷ്ടപ്പെട്ടു. ഒരു ഊണിന്, ഒരു താൽക്കാലികമായ അനുഭവത്തിന്, നിന്റെ മേൽ വെച്ച ബ്ലെസ്സിങ്ങിനെ നീ വെറുതെ കളയരുത്. പറഞ്ഞത് വചനത്തെയും ദൈവ സാന്നിധ്യത്തെയും തന്ന കൃപയോടും നിനക്കൊരു ബോധമുണ്ടായിരിക്കണം, അതിനൊരു ബഹുമാനം ഉണ്ടായിരിക്കണം. എന്താ ഇത് തന്നേന്നുണ്ടായിരിക്കണം. അതിനാ ദൈവം നമ്മെ ബാലശിക്ഷ നൽകുന്നത്. കാരണം ചിലപ്പോഴൊക്കെ നമ്മുടെ ആ പോക്ക് പോയാൽ, ആ ഒരു ഊണിന്റെ ജ്യേഷ്ഠാവകാശം വിറ്റ് കളഞ്ഞതുപോലെ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ചിലതൊക്കെ സംഭവിക്കാൻ സാധ്യതയുണ്ട്. അതിനു മുമ്പാണ് മകനെ, മകളെ എന്ന് നോ എന്ന് പറഞ്ഞ് വചനത്തിൽ കൂടെ, ശുശ്രൂഷക്കൂടെ, കർത്തൃമേശക്കൂടെ, നമ്മൾ ആരാധിക്കുമ്പോൾ വ്യക്തിപരമായ പ്രാർത്ഥനയെക്കൂടെ, ദൈവം ചിലപ്പോൾ പാട്ടിക്കൂടെ ദൈവം നമ്മളോട് സംസാരിക്കുന്നതും ഇടപെടുന്നതും എന്തിനറിയാമോ? നമ്മെ ഒന്നും കൂടെ ഒന്ന് ശുദ്ധീകരിക്കുകയാണ്, ഒന്നും കൂടെ ഒന്ന് ചെത്തി വെടിപ്പിക്കുകയാണ്. കാരണം നിന്റെ മേൽ വെച്ചത് നീ നഷ്ടപ്പെടുത്തരുത്. ഒരു വലിയ ബ്ലെസ്സിംഗ് ആണ് ദൈവം വെച്ചത്.
ഹല്ലേലൂയ. എന്നിട്ടാണ് നമ്മൾ വായിച്ച വചനത്തിലേക്ക് വരുന്നു. എന്നിട്ട് പറഞ്ഞു 28 ഒന്ന് വായിച്ചേ. ആകയാൽ ഇളകാത്ത രാജ്യം പ്രാപിക്കുന്നത് കൊണ്ട് നന്ദിയുള്ളവരായി ദൈവത്തിന് പ്രസാദം വരുമാറ് ഭക്തിയോടും ഭയത്തോടും കൂടെ സേവ ചെയ്യുക. ഒരു മിനിറ്റ് ശ്രദ്ധിച്ചേ. ഇവിടെ പറയുന്നു നമ്മൾ എന്താ പ്രാപിക്കുന്നേ? ഇളകാത്ത രാജ്യം. ഉറക്കെ പറ, ഇളകാത്ത രാജ്യം. മൂവ് ചെയ്യാത്ത, ഷേക്ക് ചെയ്യാത്ത ഒരു രാജ്യം, കിങ്ഡം നമ്മൾ പ്രാപിച്ചിരിക്കുകയാണ്. ഇവിടെ ഇരിക്കുന്ന എല്ലാവരോടും പറയാണ്, ഉറക്കെ പറ, ഇളകാത്ത രാജ്യം. അതുകൊണ്ടാണ് ഈ താരോട്ട് പറയുന്ന കുറച്ച് കാര്യമുണ്ട്. നന്ദിയോടെയും ഭക്തിയോടെയും ജീവിക്കണം. ദൈവം ദഹിപ്പിക്കുന്ന അഗ്നി. എന്താ ഇളകാത്ത രാജ്യം? ഈ ലോകത്തിലെ രാജ്യങ്ങളെല്ലാം നോക്കിയേ, ഇളകത്തില്ലേ? ഇളകും. ഇന്ന് സമ്പന്നമായി നിൽക്കുന്നത് ഇടിഞ്ഞു താഴാം. അല്ലെങ്കിൽ ഒരു കലാമിറ്റി വന്നാ മതി, ദുരന്തം വന്നാ മതി, എത്ര വലിയ സാമ്പത്തിക ശേഷി എന്ന് പറഞ്ഞാലും ഇളകാം. ഭൂകമ്പം വന്നാ മതി, തീരാവുന്നതേ ഉള്ളൂ. വലിയ പൊസിഷൻ നിൽക്കുന്ന രാജാക്കന്മാർ, ലീഡേഴ്സ് ഇന്ന് കാണും, നാളെ താരും. ലോകത്തിൻ്റെതെല്ലാം ഇളകി മറിയുന്നതാണ് ഈ രാജ്യം. ചിലപ്പോൾ സാമ്പത്തികമാർക്ക് ആരും അവരെ തോൽപ്പിക്കാൻ പറ്റത്തില്ലായിരിക്കാം, പക്ഷേ പ്രകൃതി ദുരന്തങ്ങൾ അവരെ തകർത്തു കളയും. അപ്പോൾ ലോകത്തിലെ ഏത് രാജ്യം നോക്കിയാലും അസ്ഥിരപ്പെട്ടിരിക്കുകയാണ്. എവിടെയും എന്താണ്? ബുദ്ധിമുട്ട് വരും. എല്ലാം ഇളകി മറിയുന്നതാണ്. ഇഷ്യൂസ് ഉണ്ട്, പുറത്തു വരുന്ന ഇഷ്യൂസ് ഉണ്ട്, പുറത്തു വരാത്ത ഇഷ്യൂസ് ഉണ്ട്. പ്രതിസന്ധി ഇല്ലെന്ന് നമുക്ക് തോന്നുന്നുണ്ട്, പക്ഷെ എങ്കിൽ ഇന്നർ പ്രതിസന്ധി ഉള്ളവരുണ്ട്. അങ്ങനെയാണ് ലോകത്തിന്റെ ഏത് രാജ്യം ഇളകി മറി. ഒറ്റക്കാറ്റ്, ഒറ്റ ഭൂകമ്പം, ഒറ്റ ഇത് നമ്മൾ ശ്രദ്ധിച്ചിട്ടില്ലേ? ആ കുലുങ്ങുന്ന ഭൂമി കുലുങ്ങുന്നത് ഒരു ചില മിനിറ്റും കൂടെ നിന്നാ മതി, മൊത്തം തീരും. അതെ, അങ്ങനെ ഉള്ളു ഈ ലോകം. ഹല്ലേലൂയ. ഇവിടെ കാണുന്ന പാറക്കൂട്ടങ്ങളെല്ലാം കൂടെ മൂളി മൂളി ഒരു പൊട്ടൽ പൊട്ടിയ നിമിഷ നേരം കൊണ്ട് മൊത്തം തീരും. അങ്ങനെ ഉള്ളു ഈ ലോകം മുഴുവൻ. ഹല്ലേലൂയ. അങ്ങനെ ഈ ലോകത്തിലെല്ലാം അതാണ് ഇളകുന്ന രാജ്യം. അതെല്ലാം എന്താണ്? ഇളകുന്ന രാജ്യം. പക്ഷെ ഇവിടെ ഒരു രാജ്യം പറയുന്നു, നിങ്ങളൊരു രാജ്യം പ്രാപിച്ചിരിക്കുന്നു. ഏത്? ഇളകാത്ത രാജ്യം. ആ രാജ്യമാണ് ദൈവരാജ്യം. കിങ്ഡം ഓഫ് ഗോഡ്, ദൈവരാജ്യം. ഇവിടെ ഇരിക്കുന്ന സകല ദൈവ കുഞ്ഞിനോടും പറയുന്നു, നീ വിശ്വാസത്തിൽ മുന്നോട്ട് പൊയ്ക്കോ. നീ നാശത്തിലേക്ക് പിന്മാറരുത്. വിശ്വസിച്ച് മുന്നോട്ട് പൊയ്ക്കോ. പൂർവ്വ പിതാക്കന്മാർ, അബ്രഹാം മുതൽ പല പിതാക്കന്മാർ വിശ്വസിച്ച് സ്റ്റെപ്പ് വെച്ചു. അവർ ദൈവപ്രവൃത്തി കണ്ടു. സാക്ഷികളുടെ വലിയ സമൂഹം ചുറ്റും നിൽക്കുന്നു. നീ ധൈര്യമായിട്ട് മുന്നോട്ട് ഓടിക്കോ. എല്ലാ ഭാരവും എല്ലാ പാപവും വിട്ട് മുന്നോട്ട് ഓടിക്കോ. അപ്പന്റെ ബാലശിക്ഷ, ദൈവത്തിന്റെ ബാലശിക്ഷ കേട്ട് നീ ഒരിക്കലും ഭാരപ്പെടരുത്. നീ അവന്റെ വിശുദ്ധി പ്രാപിക്കാൻ. എന്നിട്ട് പറയാ, നീ ഇളകാത്ത രാജ്യം പ്രാപിച്ചിരിക്കുകയാണ്. ഇവിടെ ഇരിക്കുന്ന സകല ദൈവ കുഞ്ഞിനോട് പറയുന്നു, ദൈവ കുഞ്ഞിന് കിട്ടുന്ന ഒരു രാജ്യമുണ്ട്, ഇളകാത്ത രാജ്യം. ഒരാൾ ഭയങ്കരമായിട്ട് ഒരു എവിടെക്കാരൻ കിടന്ന് ഭയങ്കര വിഷമം. പാസ്റ്ററെ, എനിക്ക് ഇന്ന രാജ്യത്തിൽ പോകാൻ പറ്റില്ല, അങ്ങനെയാണ് ഇങ്ങനെയാണ് എല്ലാം പറഞ്ഞുകൊണ്ടിരിക്കുക. ഒറ്റ ചോദ്യം, മോനെ, അതൊക്കെ ശരിയാണ്, ഹല്ലേലൂയ. പക്ഷെ നീ ഇളകാത്തൊരു രാജ്യത്തിലേക്ക് പോകാനുള്ള കാര്യം നീ ഇതുവരെ സെറ്റിൽ ആയിട്ടുണ്ടോ? നീ ഇതുവരെ സെറ്റിൽ ആയിട്ടില്ല. ഹല്ലേലൂയ. ഏതെങ്കിലും ദൈവം അയക്കുന്നെങ്കിൽ നിന്നെ അയച്ചോട്ടെ. അഥവാ നിനക്ക് പോകാൻ അവിടെ പറ്റിയില്ലേലോ, അത് ഇന്നെല്ലാം നാളെ ഇളകുന്ന രാജ്യമാണ്. പക്ഷെ ഇളകാത്തൊരു രാജ്യത്തേക്ക് നിന്റെ ജീവിതം നയിക്കണം. ദൈവരാജ്യം. ആ രാജ്യത്തിന്റെ പേരാണ് ദൈവരാജ്യം. എന്താ ദൈവരാജ്യം എന്ന് പറയുന്നത്? എന്താ ഈ ഭൂമിയിലെ രാജ്യം? വാഴ്ച, ഡൊമീനിയൻ, വാഴ്ച. അതാണ് അതിന്റെ ഇംഗ്ലീഷ് ഗവൺമെന്റ്, ഭരണം നടത്തുന്നത്. രാജാക്കന്മാർ ഭരണം നടക്കുന്ന രാജ്യമുണ്ട്. പ്രസിഡന്റുമാരും പ്രധാനമന്ത്രിമാരും ഭരിക്കുന്ന ഗവൺമെന്റ് നടത്തുന്ന രാജ്യങ്ങളും ഈ ലോകത്തിലുണ്ട്. കൂടുതലും പ്രസിഡന്റും പ്രധാനമന്ത്രിമാരും നയിക്കുന്ന രാജ്യങ്ങളാണ് കൂടുതലും. പക്ഷെ രാജാക്കന്മാർ നമ്മൾ ഗൾഫ് കൺട്രീസിലും മറ്റ് ചില കൺട്രീസിലും അവിടെ രാജാവാണ്, കിങ് ആണ്, വാഴ്ചയാണ്. അതിന്റെ അർത്ഥം എന്താ? ഡൊമീനിയൻ, വാഴുകയാണ്, ഗവൺമെന്റ് ചെയ്യാണ്. ആ രാജ്യത്തെ മുഴുവൻ വാഴുന്നത്, നിയന്ത്രിക്കുന്നത്, കൺട്രോൾ ചെയ്യുന്നത് ആരാണ്?
രാജാവാണ്. അപ്പൊ ദൈവരാജ്യത്തിന്റെ പ്രത്യേകത യേശു ക്രിസ്തു വാഴുന്ന, കൺട്രോൾ ചെയ്യുന്ന, വാഴ്ച നടത്തുന്നതാണ് ദൈവരാജ്യം. ഹല്ലേലൂയ. അപ്പൊ ഒരാൾ ദൈവരാജ്യത്തിലാകുക എന്ന് പറഞ്ഞാൽ കർത്താവിന്റെ നിയോഗം വരുന്ന, ദൈവഹിതത്തിലേക്ക് വരുന്ന, കർത്താവ് കൺട്രോൾ ചെയ്യുന്ന അനുഭവത്തിലേക്ക് ഒരു വ്യക്തി മാറ്റപ്പെടുകയാണ്. യേശു ക്രിസ്തു ഈ ഭൂമിയിലായിരിക്കാൻ നേരത്ത് യേശു പ്രസംഗം തുടങ്ങിയപ്പോഴും പ്രസംഗിച്ചത് ഒറ്റ വിഷയം, ദൈവരാജ്യം. യേശു മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് സ്വർഗത്തിലേക്ക് കയറി പോകുന്നതിന് മുമ്പേ അവസാന സമയങ്ങളും പ്രസംഗിച്ച വിഷയം ദൈവ രാജ്യം, കിങ്ഡം ഓഫ് ഗോഡ്. പറഞ്ഞാൽ ഒറ്റ ടൈറ്റിൽ, ഒറ്റ സബ്ജക്റ്റ് പ്രസംഗിച്ചുള്ളൂ, ദൈവ രാജ്യം. ആ ദൈവരാജ്യം പ്രസംഗിച്ചപ്പോൾ നടക്കേണ്ടതെല്ലാം തന്നെ നടന്നു. രോഗി സൗഖ്യമായി, ഭൂതങ്ങൾ വിട്ടോടി, മാനസാന്തരപ്പെട്ടു, അത്ഭുതങ്ങൾ നടന്നു. എല്ലാം ദൈവരാജ്യത്തിന്റെ അകത്താണ്. അത് മർക്കോസ് 1:14 വായിക്കുമ്പോൾ യോഹന്നാൻ തടവിലായി എന്ന് അറിഞ്ഞപ്പോ തൊട്ട് യേശു ചെന്ന് പ്രസംഗിച്ചു തുടങ്ങി. ദൈവരാജ്യത്തെ കുറിച്ച് സുവിശേഷം പ്രസംഗിച്ചു. കാലം തികഞ്ഞു, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു. മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിച്ചു. ദൈവരാജ്യം. മർക്കോസ് 9:1 വായിച്ച്. മർക്കോസ് 9:1. മർക്കോസിന്റെ സുവിശേഷം 9:1 പിന്നെ അവൻ അവരോട്, ദൈവരാജ്യം ശക്തിയോട് വരുന്നത് കാണുവോളം മരണം ആസ്വദിക്കാത്തവർ ചിലർ ഈ നിൽക്കുന്നവരിൽ ഉണ്ട് എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു. യേശു തന്റെ കൂടെ നിൽക്കുന്ന ഈ ദൈവരാജ്യത്തെ കുറിച്ച് മനസ്സിലാക്കി കൊടുക്കുക. കൂടെ നിൽക്കുന്ന കുറച്ചു പേരോട് പറയാണ്, ദൈവരാജ്യം ശക്തിയോട് വരുന്നത് കാണുവോളം മരണം ആസ്വദിക്കാത്ത ചിലര് ഈ കൂട്ടത്തിൽ. അപ്പൊ ചിലപ്പോൾ സാധാരണ ചിന്തിക്കും, ദൈവരാജ്യം ദൈവം വരുന്ന രണ്ടാമത് അല്ല. അതല്ല, കാരണം അവരെല്ലാം പിന്നീട് മരിക്കും. നമുക്ക് കാണാം. ദൈവരാജ്യം ശക്തിയോട് വരുന്നത് കാണുന്നത് ആസ്വദിക്കുന്നവരിൻ്റെ അകത്തുണ്ട്. മരിക്കാതെ ഇത് കാണാൻ പോകുന്നവര് എന്റെ ചുറ്റും നിൽപ്പുണ്ട്. അത് രണ്ട് സംഭവത്തെ കാണിക്കുന്നു. ഇത് കഴിഞ്ഞിട്ട് തൊട്ട മിനിറ്റുകളിൽ പത്രോസിനെ, യാക്കോബിനെ, യോഹന്നാനെ കൊണ്ട് ഉയർന്ന മലയിൽ കൊണ്ടുപോയി ദൈവത്തിന്റെ മഹത്വമേറിയ കാഴ്ച ദൈവം കാണിച്ചു. അതുകൊണ്ട് നിന്നില്ല, അടുത്തത് ശക്തിയോടെ വരുന്നു. ഹല്ലേലൂയ. അപ്പോസ്തലപ്രവൃത്തി 1:8 ഹല്ലേലൂയ. യേശു കർത്താവ് അതിന്റെ 2 മുതൽ ഒന്ന് വായിച്ച്. അപ്പോസ്തലപ്രവൃത്തി 1:2-8 ഒന്ന് വായിച്ച്. 2:8. അവൻ കഷ്ടം അനുഭവിച്ച ശേഷം, യേശു കർത്താവ് കഷ്ടം അനുഭവിച്ചതിന് ശേഷം 40 നാളോളം അവർക്ക് പ്രത്യക്ഷനായി ദൈവരാജ്യം സംബന്ധിച്ച കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട്. യേശു കർത്താവ് ഉയർത്തെഴുന്നേറ്റ ശേഷമുള്ള 40 നാളും പ്രസംഗിച്ചത് എന്താ? ദൈവരാജ്യം സംബന്ധിച്ച കാര്യം, ദൈവത്തിന്റെ രാജ്യം താൻ ജീവിച്ചിരിക്കുന്നു എന്ന് കാണിച്ചു. എന്നിട്ട് 8-ാം വാക്യം. എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് യെരൂശലേമിലും യഹൂദിയിലും എല്ലായിടത്തും ശമര്യയിലും ഭൂമിയുടെ അറ്റത്തോളവും എന്റെ സാക്ഷികളാകുമെന്ന് പറഞ്ഞു. കണ്ടോ? അതിനുശേഷം അപ്പോസ്തലരുടെ 2-ാം അധ്യായത്തിൽ നമുക്ക് കാണാം ശക്തിയോടെ ആത്മശക്തി ഇറങ്ങി വന്നത്. അതും ചിലര് കാണാൻ ഇടയായി. ഹല്ലേലൂയ. അപ്പൊ ദൈവ രാജ്യം കാണുമെന്ന് പറഞ്ഞാൽ അതെന്ന് മനസ്സിലായിക്കോണം. എന്താണ് ദൈവരാജ്യം എന്ന് പറയുന്നത്? യേശു കർത്താവ് രാജാവായി വാഴുന്ന, കർത്താവിന്റെ നിയന്ത്രണത്തിലുള്ളതാണ് ദൈവത്തിന്റെ രാജ്യം. ഹല്ലേലൂയ. അതാണ് യോഹന്നാൻ 18:36 യേശു പറഞ്ഞു, എന്റെ രാജ്യം ഐഹികമല്ല. എന്റെ രാജ്യം, ഹല്ലേലൂയ, എന്റെ രാജ്യം ഐഹികമായിരുന്നെങ്കിൽ എന്നെ യഹൂദന്മാരുടെ കയ്യിൽ ഏൽപ്പിക്കാത്ത വണ്ണം എന്റെ സേവകന്മാർ എനിക്ക് വേണ്ടി പോരാടുമായിരുന്നു. എന്നാൽ എന്റെ രാജ്യം ഐഹികം അല്ല. നോട്ട് ഓഫ് ദിസ് വേൾഡ്. ഈ ലോകത്തിന്റെ കാണുന്ന രാജ്യമല്ല ദൈവരാജ്യം. ഇത് ആത്മീയമാണ്. അതിന്റെ അർത്ഥം എന്താ? യേശു പ്രാർത്ഥന പഠിപ്പിച്ചപ്പോൾ പഠിപ്പിച്ചൊരു പ്രാർത്ഥനയാണ്, സ്വർഗസ്ഥനായ പിതാവേ. അടുത്തത്, നിന്റെ രാജ്യം വരണമേ. ഹല്ലേലൂയ. ഏത് ഭക്തന്റെയും പ്രാർത്ഥന നിന്റെ രാജ്യം. ഓരോ വ്യക്തിയുടെ ഈ കാണുന്ന ഐഹിക ലോകത്തിൽ കാണുന്ന രാജ്യം പോലല്ല, വ്യക്തി ഹൃദയത്തിൽ ദൈവത്തിന്റെ ഗവൺമെന്റ് വരുന്ന, ഈ കർത്താവ് നിയന്ത്രിക്കുന്ന ദൈവത്തിന്റെ രാജ്യം. ഹല്ലേലൂയ. ഹല്ലേലൂയ. അതാ ദൈവരാജ്യത്തിന്റെ പ്രത്യേകത. നമ്മുടെ ഉള്ളിൽ ദൈവരാജ്യം എവിടെ വരുന്നേ? നമുക്കത് അനുഭവിക്കാം.
14:17 ദൈവരാജ്യം ഭക്ഷണവും പാനീയവുമല്ല, നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിലുള്ള സന്തോഷം. The kingdom of God is not meat and drink. തിന്നു കുടിക്കുന്നതല്ല, but righteousness, peace, joy in the Holy Spirit. Hallelujah. എന്താ ദൈവരാജ്യം? ഒരാൾ ദൈവരാജ്യത്തിലാകുമെന്ന് പറഞ്ഞാൽ നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിലുള്ള സന്തോഷവും. അതാണ് ദൈവരാജ്യം, kingdom of God. ഈ രാജ്യത്തിൽ അവന്റെ നീതിയുണ്ട്, ഈ രാജ്യത്തിൽ അവന്റെ സമാധാനമുണ്ട്, ഈ രാജ്യത്തിൽ പരിശുദ്ധാത്മാവിൽ ജോയ് ഇൻ ദ ഹോളി സ്പിരിറ്റ് ഒരു ആനന്ദമുണ്ട്. ഇന്ന് പകൽ ഓരോരുത്തരോട് ദൂത് പറയാ, ആ രാജ്യത്തിലേക്ക് ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നത്. ആ രാജ്യമാണ് ഇളകാത്ത രാജ്യം. അതിന്റെ അർത്ഥം പറയാ, ഈ ലോകത്തിലെ മുഴുവൻ ഇളകി മറിഞ്ഞാലോ നിന്റെ അകത്ത് ദൈവരാജ്യത്തിന്റെ അനുഭവം ഉണ്ടെങ്കിൽ ആ സമാധാനത്തെ തല്ലിക്കെടുത്താൽ ആർക്കും പറ്റത്തില്ല, ആ നീതിയെ എടുത്തു കളയാൻ ആർക്കും പറ്റത്തില്ല. ദൈവരാജ്യം ഭക്ഷണവും പാനീയമല്ല, നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിലുള്ള സന്തോഷം. ദൈവരാജ്യത്തിലേക്ക് വരുമ്പോ ഈ ഭൂമിയിൽ നമ്മൾ രാജ്യത്തിലായിരിക്കുന്ന പോലെ ദൈവരാജ്യത്തിലേക്ക് വരുമ്പോൾ നീതിയും സമാധാനവും പരിശുദ്ധമുള്ള സന്തോഷം ഹൃദയത്തിൽ വാഴുന്ന കിങ്ഡം ഓഫ് ഗോഡ്. ആരാ വാഴുന്ന, ആരാ ഗവൺമെന്റ്? യേശു കർത്താവാണ്. ഈ ഭൂമിയിൽ നമ്മൾ ഇവിടുത്തെ ഇന്ത്യൻ രാജ്യക്കാരനാകാൻ, റേഷൻ കാർഡ് കിട്ടാൻ, പാസ്പോർട്ട് കിട്ടാൻ കാരണം എന്താ? എവിടെ ജനിച്ചു? ഈ രാജ്യത്ത് ജനിച്ചു. ഇതേപോലെ കർത്താവ് രാജാവായി വരുന്ന യേശു കർത്താവിന്റെ ഗവൺമെന്റ് ഉള്ള അനുഭവത്തിലേക്ക് ഓരോ വ്യക്തികളെ വരണം. അതെങ്ങനെയാന്ന് ചോദിച്ചാൽ, വീണ്ടും ജനിക്കാതെ ആർക്കും ദൈവരാജ്യത്തിലേക്ക് വരാൻ പറ്റത്തില്ല. യേശുവിനെ കർത്താവും രക്ഷിതാവുമായി സ്വീകരിച്ച് വചനത്താൽ ഒരു ജനനം ഉള്ളിൽ നടന്ന് വീണ്ടും ജനിച്ചവന് ദൈവരാജ്യത്തിന്റെ അംഗമാണ്. നമ്മൾ യേശുവിനെ രക്ഷിതാവായി സ്വീകരിക്കും. പറയും, യേശുവേ നീയാണ് എൻ്റെ കർത്താവ്. കർത്താവ് എന്ന് പറഞ്ഞാൽ എന്തുവാ? മലയാളം അറിയാവുന്നവർ പറയാം, മലയാളം പഠിക്കുന്നവര് കർത്താവ് എന്ന് പറഞ്ഞാൽ എന്തുവാ? മലയാളത്തിനായിരിക്കും മാർക്ക് കൂടുതൽ കുറവല്ലേ? എന്താ കർത്താവ്? കർത്തൃത്വം ചെയ്യും. രക്ഷകർത്താവ്, രക്ഷിക്കപ്പെടുമെന്ന് പറഞ്ഞാൽ ഇപ്പൊ മനസ്സിലായി. എന്തോ രക്ഷകർത്താവിന്റെ ഡ്യൂട്ടി എന്തുവാ? ഒരു കൊച്ചു വളർന്നു വരുന്നു, ആരെ? രക്ഷകർത്താവിന്റെ ഡ്യൂട്ടി എന്തുവാ? നമ്മൾ വലുതായി കഴിയുമ്പോ പറയും അത് ചെയ്യണം ഇത് ചെയ്യണം എന്നൊക്കെ പറഞ്ഞാലും രക്ഷകർത്താവിനാണ് ആ കുഞ്ഞിന്റെ എന്ത് ചെയ്യുക? സ്കൂളിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ആദ്യം കൊച്ചിനെയാണല്ലോ വിളിക്കുന്നത്. കൊച്ചിനെ വിളിക്കുന്നതിനെക്കാട്ട് ആദ്യം വിളിക്കും. ഇപ്പം മൊബൈലിൽ അപ്പരെ വാട്സാപ്പിൽ വന്നു, വേഗത്തിൽ വരണം. മറ്റേത് എല്ലാ വർഷത്തെ 6 മാസം 3 മാസം കൂടുമ്പോൾ വലിയ പേരൻസ് മീറ്റിംഗ്. പ്രശ്നം ഉണ്ടാകുമ്പോൾ ചെറിയ പേരൻസ് മീറ്റിംഗ്, ഒരാളായിട്ട് ചെന്നാൽ മതി. അത് വേറെ വിഷയമാണ്, മൊത്തത്തിലുള്ളതല്ല. കർത്താവ് അവന്റെ കാര്യങ്ങൾ നോക്കി, ആ കുട്ടിയെ മുഴുവൻ നോക്കി നടത്തുന്നതാണ് കർത്താവ്. യേശു എൻ്റെ കർത്താവ് എന്ന് പറഞ്ഞ് ഈ ബൈബിൾ പറയുന്നു, കൊലോസ്യർ 1:13, ഇരുട്ടിന്റെ അധികാരത്തിൽ നിന്നും സ്നേഹസ്വരൂപനായ പുത്രന്റെ രാജ്യത്തിലേക്ക് വരികയാണ്. ഇരുട്ടിന്റെ പിടിയിൽ കിടന്ന, കർത്തൃത്വത്തിൽ കിടന്ന വ്യക്തി, യേശുവേ നീ എൻ്റെ രക്ഷകനാണ്, ഞാൻ നിന്നെ വിശ്വസിക്കുന്നു, നീയാണ് എൻ്റെ കർത്താവ് എന്ന് പറയുമ്പോ ഈ പിടി പൊട്ടുകയാണ്. പകരം സ്നേഹസ്വരൂപനായ പുത്രന്റെ രാജ്യത്തിലേക്ക് വരികയാണ്. പിന്നെ നിന്റെ കർത്തൃത്വം, നിന്റെ രക്ഷകർത്താവ് എൻ്റെ യേശു ഗവൺമെന്റ് ആയിട്ടുള്ള യേശു വാഴുന്നതാണ് ദൈവരാജ്യം. ഹല്ലേലൂയ. നമ്മൾ പ്രാപിച്ചിരിക്കുന്ന എന്താണ്? ഇളകാത്തത്. യേശു ഹൃദയത്തിൽ വാഴുന്ന വാഴ്ച ദൈവരാജ്യം. ഇതിന്റെ ഒരു പൂർത്തീകരണമുണ്ട്. എൻ്റെ കർത്താവ് വരുമ്പോൾ കർത്താവൊത്ത് യുഗായുഗമായി വാഴുന്ന ആ വാഴ്ച, അത് വേറൊരു ഭാഗമാണ്. അത് നിത്യതയിൽ ഭാവി പ്രത്യാശയാണ്. പക്ഷെ ഈ ഭൂമിയിലായിരിക്കുമ്പോ ഇവിടെ ഒരു ദൈവരാജ്യം അനുഭവിക്കാം. അങ്ങ് സ്വർഗത്തിൽ പോയി അനുഭവിക്കുന്നത് അത് രണ്ടാമത്തെ പാട്ട്. ഇവിടെ ദൈവരാജ്യം ഭക്ഷണമല്ല, പാനീയമല്ല, ഐഹിയമല്ല, നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിലുള്ള സന്തോഷം. ഇളകാത്ത ആ വാക്യം ഒന്ന് വായിച്ചേ.
എന്നിട്ട് ഞാൻ പ്രാർത്ഥനയിലേക്ക് മുഴുവൻ എടുക്കാൻ സമയമില്ല. ആകയാൽ ഇളകാത്ത രാജ്യം പ്രാപിക്കുന്നത് കൊണ്ട്, എല്ലാവരും ശ്രദ്ധിച്ചോ, എബ്രായർ 12:28 ഇളകാത്ത രാജ്യം പ്രാപിക്കുന്നത് കൊണ്ട് നന്ദിയുള്ളവരായി ദൈവത്തിന് പ്രസാദം വരുമാറ് ഭക്തിയോടും ഭയത്തോടും കൂടെ സേവ ചെയ്യുക. ഭയത്തോടും കൂടെ നമ്മൾ എന്ത് ചെയ്യുക? സേവ ചെയ്യുക. ഇങ്ങനെ ഇളകാത്തൊരു രാജ്യം നമ്മൾ പ്രാപിച്ചത് കൊണ്ട് നമ്മൾ എങ്ങനെ ജീവിക്കണം? നന്ദിയുള്ളവരായി. നമുക്ക് എന്തോ വേണം? ഉറക്കെ പറ, നന്ദിയുള്ളവരായി. എന്നിട്ട് അടുത്ത വാക്ക്, നമ്മുടെ ദൈവം നന്ദിയുള്ളവരായി ദൈവത്തിന് പ്രസാദം വരുമാറ് ഭക്തിയോടും ഭയത്തോടും കൂടെ സേവ ചെയ്യുക. എല്ലാവരും ശ്രദ്ധിച്ച്, ഇളകാത്ത രാജ്യം. എത്ര പേർക്ക് ഉറപ്പുണ്ട് ഇളകാത്ത രാജ്യമാണെന്ന്? നമ്മൾ ഇളകിയാലും അകത്ത് വന്നത് ഇളകാത്തതാ. നമുക്ക് കിട്ടിയിരിക്കുന്നത്, യേശുവിനെ സ്വീകരിച്ചപ്പോൾ കിട്ടിയത് ഇളകാത്ത രാജ്യം, കിങ്ഡം ഓഫ് ഗോഡ്. അതിൻ്റെ അകത്തെല്ലാം ഉണ്ട്. കാരണം വാഴ്ച നടത്തുന്നത് ആരാ? ഇപ്പൊ തന്നെ നിങ്ങൾക്ക് ഈ ലോകത്തിലെ ചില രാജ്യങ്ങൾ, എല്ലാ രാജ്യമില്ല, ചില 3-4 രാജ്യമുണ്ട്. ആ രാജ്യത്തിന്റെ പൗരന്മാരെയോ അതിൻ്റെ അകത്തെ ആരേലും തൊട്ടാ അവൻ പിന്നെ വേറെ ആരെയും നോക്കത്തില്ല. എന്തു വില കൊടുത്തും അവരുടെ പൗരന്മാർക്ക് വേണ്ടി നിൽക്കും. അതിനുള്ള പൊസിഷൻ ഉണ്ട്, ക്രമീകരണമുണ്ട്, സെറ്റപ്പ് ഉണ്ട്. എന്താ എല്ലാം നോയം എന്ന് പറഞ്ഞാലും എല്ലാം നിങ്ങൾ ചെയ്യുന്നത് മോശമാണെന്ന് പറഞ്ഞാലും എന്തുകൊണ്ട് അവർ ചെയ്യുന്നതെന്നറിയാമോ? അവർക്ക് വലുത് അവരുടെ രാജ്യം നിൽക്കുന്ന ഒരു പോളിസിയിലുണ്ട്. ഈ ലോകത്തിൽ മുഴുവൻ രാജ്യവും ഇളകി വന്നാലും ഞങ്ങൾക്ക് ഞങ്ങളുടെ പൗരന്മാരാ വലുത്. ഹല്ലേലൂയ എന്നും പറഞ്ഞാണ് ഈ ലോകത്തെ യുദ്ധങ്ങൾ വരെ നടക്കുന്നത്. അങ്ങനാണെങ്കിൽ ഈ ലോകത്തിലെ ഒരു ന്യായാധിപതിക്ക് അങ്ങനെ പറയാൻ പറ്റുമെങ്കിൽ യേശു കർത്താവ് രാജാവായി വാഴുന്ന ദൈവരാജ്യത്തിന്റെ കുഞ്ഞുങ്ങളോട് പറയുന്നു, നിനക്കൊരു പ്രതിസന്ധി വരുമ്പോൾ, നിനക്കെതിരെ പോരാട്ടം വരുമ്പോൾ ഒരു കാര്യം ഉറപ്പിച്ചോ, നിനക്ക് വേണ്ടി ഫൈറ്റ് ചെയ്യാൻ സൈന്യങ്ങളുടെ യഹോവ നിനക്ക് വേണ്ടി യുദ്ധം ചെയ്യും. പക്ഷെ ഒരു കാര്യം, പ്രയറിലേക്ക് വരാൻ പോവാ. അതുകൊണ്ട് നന്ദിയുള്ളവരായി. നമുക്ക് എപ്പോഴും എന്തോ വേണം? ഒരു കൂടെ പറ, നന്ദിയുള്ളവരായി. ഈ ഇന്നകളിൽ നടക്കേണ്ട വിഷയം നടന്നില്ല എന്ന് പറഞ്ഞ് ഭാരപ്പെടാൻ ഇതുവരെ നടത്തിയ ദൈവത്തിന് നന്ദിയുള്ളവരായിരിക്കണം. ഇതുവരെ നടത്തിയ ദൈവത്തിന് നന്ദിയുള്ളവരായി. ദൈവത്തിന് പ്രസാദം വരുമാറ് ഭക്തിയോടും, അതാ ഞാൻ പറഞ്ഞ പോലെ ഭയത്തോടും സേവ ചെയ്യും. അതാ റോമർ 12:1 പറയുന്നത്, സഹോദരന്മാരെ, ഞാൻ ദൈവത്തിന്റെ മനസ്സിൽ ഓർപ്പിച്ച് നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത്, നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദമുള്ള യാഗമായി സമർപ്പിക്കും. കാരണം എബ്രായർ 12:29 പറയുന്നു, അവൻ ദഹിപ്പിക്കുന്ന അഗ്നി. ആവർത്തനം 4:24 കിടക്കുന്ന വചനമാണ്, ഞാൻ ദൈവമായ യഹോവ, നിന്റെ ദൈവമായ യഹോവ ദഹിപ്പിക്കുന്ന അഗ്നിയല്ലോ, അവൻ തീഷ്ണതയുള്ള ദൈവം തന്നെ. നമ്മുടെ ദൈവം കാരുണ്യവാനാണ്. നമ്മുടെ ഗോഡ് ഈസ് ലവ്. ദൈവം സ്നേഹവാനാണ്. പക്ഷെ ഒരു സ്വഭാവമുണ്ട്, അവൻ എന്തോ ദൈവമാ? തീഷ്ണതയുള്ള ദൈവമാ. അവൻ ദഹിപ്പിക്കുന്ന അഗ്നിയാണ്. അതുകൊണ്ട് ഭയഭക്തിയോടെ നമ്മൾ ജീവിക്കണം. വിശ്വസിച്ച് മുന്നേറ്റമുണ്ട്. പിതാക്കന്മാർ സാക്ഷ്യം ലഭിച്ചു. ദൈവം ബാലശിക്ഷ നൽകുന്നു. ഭാരപ്പെടേണ്ട, അവന്റെ വിശുദ്ധി പ്രാപിക്കാനാ. എന്നിട്ട് പറയാണ്, നീ പ്രാപിച്ചത് ഇളകാത്ത രാജ്യമാണ്. ഭയഭക്തിയോടെ ജീവിക്കുക. അങ്ങനാണെങ്കിൽ, കാരണം എന്താ ഓർപ്പിക്കാൻ കാരണം? ദൈവം ദഹിപ്പിക്കുന്ന അഗ്നിയാണ്. ഒരു കാര്യം മനസ്സിലാക്കും, ദൈവം സ്നേഹമാണ്, ദൈവം കരുതലാണ്, ദൈവം നമ്മെ വീണ്ടെടുക്കും, പശ്ചാത്താപം അനുതാപിക്കുന്ന ദൈവമാണ്. എല്ലാം ഉണ്ട്. കരുണയുടെ ഉറവിടമാണ്, കൃപാദാനമാണ്. പക്ഷേ ഒരു കാര്യം കൂടെ എല്ലാ വിശ്വാസിയും അറിഞ്ഞിരിക്കേണ്ട കാര്യം, ദൈവം ദഹിപ്പിക്കുന്ന അഗ്നിയാണ്. അവൻ തീഷ്ണതയുള്ള ദൈവം. ആമേൻ. നമ്മൾ ചിലപ്പോ യേശു ക്രിസ്തുവിനെ തെള്ളി പറഞ്ഞിട്ടില്ല.
നമ്മൾ ഈ കാണിച്ചു കൂട്ടുന്നതിനൊക്കെ ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് അറിയാമോ? നമുക്ക് ലഭിക്കുന്ന പ്രതിഫലങ്ങളെ നമ്മൾ തടയും. യേശുവിനെ തള്ളി പറയാത്തതുകൊണ്ട് നമ്മുടെ രക്ഷ ചിലപ്പോൾ നഷ്ടപ്പെടത്തില്ല. യേശുവിനെ സ്വീകരിച്ചു, പിന്നെ നമ്മൾ തള്ളി പറഞ്ഞിട്ടില്ല, രക്ഷ നഷ്ടപ്പെടത്തില്ല. പക്ഷെ നമുക്ക് പ്രാപിക്കേണ്ടത് പലതും എന്ത് ചെയ്യാൻ പറ്റത്തില്ല, പ്രാപിക്കാൻ പറ്റത്തില്ല. അവൻ ദഹിപ്പിക്കുന്ന അഗ്നിയല്ല. ഒത്തിരി വചനങ്ങൾ ഇതിൻ്റെ അകത്ത് പറയാം. ഞാൻ ഒരു കാര്യം പറയാം. ദൈവത്തെ ഭയപ്പെട്ട് ദൈവസന്നിധിയിൽ നാം ജീവിക്കുക. എന്താണ് ദൈവത്തെ ഭയം? ഇളകാത്ത രാജ്യം. ഒറ്റ വാക്ക് ഇന്നത്തെ മെസ്സേജ്, അവസാന സമയം, പിന്നീട് ബാക്കി എടുക്കാം. ഇളകാത്ത രാജ്യം പ്രാപിച്ചത് കൊണ്ട് നീ ഭയത്തോടെ ജീവിക്കുക. ഉറക്കെ പറയാം, ഇളകാത്ത രാജ്യം പ്രാപിച്ചത് കൊണ്ട് ഭയഭക്തിയോടെ ജീവിക്കുക. ഞാൻ ഒന്ന് രണ്ട് വാക്യങ്ങൾ പെട്ടെന്ന് പറയാം, കുറിക്കേണ്ടവരൊന്ന് കുറിച്ചോണം. നിങ്ങളുടെ ജീവിതത്തിന് അനുഗ്രഹമായിരിക്കും. സദൃശവാക്യം കിട്ടുന്നെങ്കിൽ വായിച്ചോ, കാരണം ഒത്തിരി ഉണ്ട്, പെട്ടെന്ന് കിട്ടത്തില്ല. സദൃശവാക്യം എല്ലാം സദൃശവാക്യത്തിൽ നിന്നാണ്. സദൃശവാക്യം 1:7. എന്താ ദൈവത്തെ ഭയഭക്തിയോടെ ജീവിച്ചാലുള്ള ഗുണം? യഹോവഭക്തി ജ്ഞാനത്തിന്റെ ആരംഭമാകുന്നു. അതെ, യഹോവഭക്തി ജ്ഞാനത്തിന്റെ ആരംഭമാകുന്നു. ദൈവത്തോടുള്ള ഭക്തി നിനക്ക് ജ്ഞാനത്തിന്റെ ആരംഭമാകുന്നു. സദൃശവാക്യം 8:13 ബൈബിൾ പറയുന്നു. സദൃശവാക്യം 8:13 യഹോവ ഭക്തി കണ്ടോ? യഹോവ ഭക്തി ജ്ഞാനത്തിന്റെ ആരംഭം. യഹോവ ഭക്തി ദോഷത്തെ വെറുക്കുന്നു. 16:6 ഇത് തന്നെ കിടപ്പുണ്ട്. 16 സദൃശവാക്യം 16:6 ദയയും വിശ്വസ്തതയും കൊണ്ട് അകൃത്യം പരിഹരിക്കപ്പെടുന്നു. യഹോവ ഭക്തി കൊണ്ട് മനുഷ്യർ ദോഷത്തെ വിട്ടകലുന്നു. ദൈവഭക്തി ഉള്ളവൻ ദോഷത്തെ എന്ത് ചെയ്യും? വിട്ട് അകലും. ഹല്ലേലൂയ. അടുത്തത് സദൃശവാക്യം 14:26-27. സദൃശവാക്യം 14:26-27. താങ്ക് യു ജീസസ്. യഹോവ ഭക്തന് ദൃഢധൈര്യം ഉണ്ട്, അവന്റെ മക്കൾക്ക് ശരണം ഉണ്ടാകും. കണ്ടോ? ദൈവത്തിന്റെ ഭക്തനായി ജീവിക്കുന്നവന് ഒരു ധൈര്യമുണ്ട്. അവന്റെ മക്കൾക്ക് ശരണമുണ്ടാകും. ഓ, എന്നാ വലിയ ദൂതാന്ന് പറയുന്നറിയാമോ? ദൈവഭക്തിയോടെ നീ ജീവിക്കാൻ തയ്യാറായ നിന്റെ തലമുറയ്ക്ക് ഒരു ശരണമുണ്ടായിരിക്കും. അതുകൊണ്ടാണ് നീ ഇളകാത്ത രാജ്യം പ്രാപിച്ചത് കൊണ്ട് എന്തൊക്കെ നിന്റെ ജീവിതത്തിൽ ഇളകുന്ന വിഷയമുണ്ടെങ്കിലോ നീ ഭയഭക്തിയോടെ ജീവിച്ചോ. ഹല്ലേലൂയ. ബൈബിൾ പറയുന്നു നിനക്കൊരു ദൃഢധൈര്യമുണ്ട്, നിന്റെ മക്കൾക്ക് ശരണമുണ്ടാകും. 27 യഹോവഭക്തി ജീവന്റെ ഉറവാകുന്നു, അതിനാൽ മരണത്തിന്റെ കെണികളെ ഒഴിഞ്ഞു പോകും. ഹല്ലേലൂയ. ഇളകാത്ത രാജ്യം പ്രാപിച്ച നീ ഭക്തിയോടെ ജീവിച്ച ജീവന്റെ ഉറവയാകുന്നു. ഹല്ലേലൂയ. നിനക്ക് വേണ്ടതെല്ലാം അതിന്റെ അകത്തുണ്ട്. ഹല്ലേലൂയ. അതിനാൽ മരണത്തിന്റെ കെണികൾ ഒഴിഞ്ഞു പോകും. നിന്റെ ജീവിതത്തിനെതിരെ ആഞ്ഞടിക്കുന്ന ചിലതിനെ ഒഴിച്ചു മാറ്റിവിടാൻ യഹോവ ഭക്തിക്ക് ശക്തിയുണ്ട്. എന്തുകൊണ്ട് ദൈവത്തെ ആ ഇളകാത്ത രാജ്യം കിട്ടിയോണ്ട് നീ ഭക്തിയോടെ ഭയത്തോടെ ജീവിക്കണം. സദൃശവാക്യം 15:16 സദൃശവാക്യം 15:16 15:16 ബഹുനിക്ഷേപവും അതിനോടുകൂടെ കഷ്ടതയും ഉള്ളതിനേക്കാൾ യഹോവ ഭക്തിയോടുകൂടെ അല്പധനം. ബഹുനിക്ഷേപവും അതിന്റെ കൂടെ കഷ്ടതയും ഉള്ളതിനേക്കാൾ അല്പഭക്തിയോടുകൂടെ ദൈവഭക്തിയോടുകൂടിയുള്ള അല്പധനം ഉള്ളത്. ദൈവഭക്തിയുടെ ഒരു ഗുണം എന്തോന്ന് അറിയാമോ? നന്മ തരത്തില്ലെന്നോ പ്രാപിക്കത്തില്ലോ എന്നല്ല ഈ പറയുന്നത്. വചനം എടുക്കുമ്പോൾ ഓരോ മനസ്സിലാക്കണം. ഇവിടെ പറഞ്ഞതിന്റെ അർത്ഥം അല്പമേ ഉള്ളതിലും ദൈവഭക്തി ഉണ്ടെങ്കിൽ അത് നിനക്ക് ബ്ലെസ്സിങ് ആണ്. അല്പമേ ഉള്ളതിലും ദൈവഭക്തിക്കകത്താണെങ്കിൽ നിനക്കത് ബ്ലെസ്സിങ് ആണ്. കാരണം ഈ ദൈവരാജ്യത്തിന്റെ പ്രത്യേകത, ദൈവരാജ്യം കടുക് മണിയ ഇടുന്നത് വിത്തുകളിൽ ചെറുതാണെങ്കിലും അത് വളരും വൻവൃക്ഷമായി തീരും. ദൈവരാജ്യം അല്പത്തെ അത്ഭുതകരമാക്കി മാറ്റാൻ എന്റെ ദൈവം വിശ്വസ്തനാണ്. കടുക് മണിയാണെങ്കിലും അത് വൻമരമായി മാറും. ഒറ്റ കാര്യം, ബഹുനിക്ഷേപവും അതിന്റെ കൂടെ കഷ്ടതയും ഉള്ളതിനേക്കാൾ യഹോവ ഭക്തിയോടുകൂടിയുള്ള അല്പം ആ ചെറുതായിരിക്കാം, ചെറിയ സാഹചര്യമായിരിക്കാം, അതിന്റെ അകത്തും നിനക്ക് യഹോവ ഭക്തി ഉണ്ടെങ്കിൽ that is good. അതാണ് നല്ലത്. ഇനി സദൃശവാക്യം 22:4
ഒത്തിരി വചനമുണ്ട്. താഴ്മയ്ക്കും ഒന്നുകൊണ്ട് എല്ലാവരും ഒന്ന് എടുത്തോ. എഴുതുന്നവരൊക്കെ ഉണ്ട്. സദൃശവാക്യം നിങ്ങൾ വീട്ടിൽ പോയി നോക്കണം കേട്ടോ. ഞാൻ അതുകൊണ്ടാണ് നിർത്തി പറയുന്നത്. സദൃശവാക്യം 22:4. താഴ്മയ്ക്കും യഹോവാഭക്തിക്കുമുള്ള പ്രതിഫലം ധനവും മാനവും ജീവനുമാകുന്നു. ഒന്നുകൂടെ വായിച്ചു. എന്ത് മനോഹരമായ വാക്യാണ്. സദൃശവാക്യം 22:4. താഴ്മയ്ക്കും യഹോവാഭക്തിക്കുമുള്ള പ്രതിഫലം ധനവും മാനവും ജീവനുമാകുന്നു. നേരത്തെ പറഞ്ഞ രണ്ട് വചനോട് ഒന്നിച്ചിരിക്കുക. അല്പമേ ഉള്ളേലും നീ അതിൽ ദൈവഭക്തിയോടിരിക്കുക. അങ്ങനെ ദൈവഭക്തിയോടിരുന്നാൽ നിന്നോടൊരു ദൂതുണ്ട്. താഴ്മയ്ക്കും യഹോവഭക്തിക്കുമുള്ള പ്രതിഫലം ദൈവം ജീവനെയും നന്മയും നൽകും. ആമേൻ. എങ്കിൽ നമുക്ക് ഇന്നൊരു തീരുമാനമെടുക്കാം. ദൈവഭക്തിയോടെ ഭയത്തോടെ അപ്പന്റെ പാദപീഠത്തിൽ ഭയഭക്തിയോടെ നിന്നാൽ നിനക്കൊരു മാന്യത ഉണ്ടാവും. ദൈവഭയം വന്നാൽ അത് ബ്ലെസ്സിംഗ്. നമുക്കറിയാം ശദ്രക്കും മേശക്കും അബേദ്നെഗോവും ദാനിയേൽ യഹൂദ ബാലന്മാരാ. അവരെ പിടിച്ചുകൊണ്ടുപോയി അടിമയായി. അവിടെ ചെന്നിട്ട് രാജാവിന്റെ ഭോജ്യം കഴിക്കാൻ പറഞ്ഞു. അവിടെ നിയമമാണ്. ഭോജ്യം കഴിച്ച് രാജാവിന്റെ കൊട്ടാരത്തിൽ നിന്ന് അതി നല്ല ആൾക്കാരെ തെരഞ്ഞെടുക്കാൻ കൊടുക്കുന്ന ആള് പറഞ്ഞു, നിങ്ങൾ കഴിച്ചേ പറ്റൂ, കാരണം രാജാവ് നിങ്ങളുടെ മുഖം പാടിയിരിക്കുന്നത് കണ്ടാൽ എന്നെ കൊല്ലും. പക്ഷെ ഇവര് പറഞ്ഞു, ദാനിയേൽ പറഞ്ഞു, ഒരു കാര്യം ചെയ്യേ, ഞങ്ങൾ യഹൂദന്മാരാ, ചില നിഷേധിക്കപ്പെട്ട ഫുഡ് ഞങ്ങൾ കഴിക്കത്തില്ല. ഞങ്ങൾ ദൈവഭക്തി ഉള്ളതാ. ഒരു കാര്യം ചെയ്യാമോ, ബാക്കിയുള്ളവർക്കെല്ലാം കൊടുത്തോ, ഞങ്ങൾക്ക് കൊടുക്കണ്ട. 10 ദിവസം നോക്കിക്കോ. രാജാവിന്റെ ഭോജ്യങ്ങൾ അവര് കഴിച്ചോ, പക്ഷെ ഞങ്ങളോട് നോക്കിക്കോ, രാജഭോജ്യം കഴിക്കുന്നതിനേക്കാൾ ഞങ്ങൾ നല്ലവരായിട്ട് നിൽക്കും. 10 ദിവസം കഴിഞ്ഞ് ടെസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ ഇത്രയും ദിവസം രാജഭോജനം കഴിച്ച് ടേസ്റ്റി മിനറൽസ് ഉള്ള വൈറ്റമിൻസ് ഉള്ള ഫുഡ് കഴിച്ചതിനേക്കാൾ ശക്തന്മാരായി കോമളന്മാരായി വെറും സാധാ ഫുഡ് കഴിച്ച് വെള്ളം കഴിച്ച് കിടന്ന അവരുടെ ജീവിതത്തിൽ അത്ഭുതത്തെ ചെയ്തു. അതിന്റെ അർത്ഥം സൂപ്പർ നാച്ചുറലി നല്ല ആഹാരം കഴിച്ച് നല്ല ലെവൽ കഴിച്ച ശരീരത്തിലെ സ്കിൻ മാറും, കളർ മാറും, അനുഭവം മാറും, നല്ല തേജസ്സോടെ നിൽക്കും, മുഖത്തിനൊരു പ്രസന്നത കാണും. ഇതെല്ലാം നല്ല ക്വാളിറ്റി ഫുഡ്. രാജാവിന് കൊടുക്കുന്ന ക്വാളിറ്റി ഫുഡ് ഒരു 10-15 ദിവസം കഴിക്കുമ്പോൾ നോർമലി ഉണ്ടാകേണ്ടതാ. പക്ഷെ ആ നോർമലി ഉണ്ടായവന്മാരെക്കാൾ അപ്പുറമായിട്ട് അതൊന്നും കഴിക്കാത്ത ദൈവത്തെ ഭക്തിയോടെ നിന്നവർക്ക് അവരുടെ മുഖം കണ്ടപ്പോൾ, അവരുടെ ശരീരം കണ്ടപ്പോൾ വലിയ ശ്രേഷ്ഠതയോടെ ദൈവം നിർത്തി. That is supernatural. ദൈവഭക്തിയോടെ നിൽക്കുന്നവർക്ക് സൂപ്പർ നാച്ചുറലായി ചിലത് ദൈവം ചെയ്യും.